ഇവിടെ ഒരു ചങ്ങായി മണ്ണ് കുഴിക്കുമ്പോൾ കാലിൽ എന്തോ വെള്ള നിറത്തിലുള്ള വെള്ളം ഒഴുകി വരുന്നത് കണ്ടു. അയാൾ നോക്കിയപ്പോ ആ കലത്തിൽ നിന്ന് പാല് തട്ടി വന്നതാണ്. അവിടെ നിന്ന് കോഴിയാണ് അത് തട്ടിയതെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാലും ഇത്ര പാല് ഞാൻ കറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അയാൾ ആ കലം എടുത്തു നോക്കിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അത്ര തന്നെ പാൽ അതിലുണ്ട്. ചേടാ, ഇതിപ്പോ എന്നാലും എങ്ങനെയെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയി ആ കലത്തിലെ പാല് വേറൊരു കലത്തിലേക്ക് ഒഴിച്ചു. അപ്പോ ആ കലം നിറഞ്ഞു. എന്നിട്ടും ഈ കലത്തിലുള്ള പാലിന്റെ അളവ് കുറയുന്നില്ല. എന്നിട്ട് അയാൾ അടുത്ത കലത്തിലേക്കും ഒഴിച്ചപ്പോ ആ കലവും നിറഞ്ഞു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള കലമെടുത്ത് ഒറ്റയടിക്ക് തിരിച്ചു വെച്ചപ്പോൾ പാല് ഫുള്ള് തീർന്നു. എന്നിട്ട് കുറച്ചുകൂടി പാല് ആ കലത്തിലേക്ക് ഒഴിച്ചപ്പോൾ അത് ഇരട്ടിയായി വന്നു. ഇനി രാജയുടെ കളി അങ്ങ് കച്ചവടത്തിലെന്ന് പറഞ്ഞ് അതും കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഒരു പണക്കാരനായി. ഒരു ദിവസം രാത്രി അയാളുടെ വീട്ടിലേക്ക് കള്ളന്മാര് വന്നു. എന്നിട്ട് അവര് ആ കലം അടിച്ചോണ്ട് പോയി. അവർ പോകുന്നതിന്റെ ഇടയിൽ ഒരുത്തൻ അതിൽ തടഞ്ഞു വീണ് കലം ഒരു പുഴയിലേക്ക് വീണു. അത് ഒഴുകിപ്പോയി ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടി. അവരത് കൊണ്ടുപോയി അതിൽ ഇഡലി ഇട്ട് വെച്ചു. അതിൽ നിന്ന് 2-3 ഇഡലി അങ്ങ് എടുത്തപ്പോൾ ഇഡലി ദേ ഇരട്ടിയായി വരുന്നു. എന്റെ ആറ്റുകാൽ ഭാസ്കര, ഇതെന്ത് മറിമായമെന്ന് വിചാരിച്ച് ഒരു 100 രൂപയുടെ നോട്ട് അതിലേക്ക് ഇട്ടു. അങ്ങനെ പൈസയും ഇരട്ടിക്കാൻ തുടങ്ങി. അവരൊരു പൊട്ടത്തെയാണെന്ന് തോന്നുന്നു. ആ കലം കൊണ്ടുപോയി കുഴിച്ചിട്ടു. എങ്കിലേ പറ, ഞാൻ ഇതിൽ എത്ര വട്ടം കലം എന്ന് പറഞ്ഞിട്ടുണ്ട്.